ദേവരാഗം രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 96. ഈശ്വര, ഇനി ഞാൻ വല്ല സ്വപ്നവും കണ്ടതാണോ? മഹാദേവൻ പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് വിശ്വാസം വരാതെ വൈശാഖി തൻ്റെ 2 കവിളിനിട്ട് ഓരോ അടി വെച്ച് കൊടുത്തു. അവൾക്ക് വേദനിച്ചു. അല്ല, സ്വപ്നമല്ല, സാറ് പറഞ്ഞത് തന്നെയാണ്. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യമാണ്. ഈശ്വര, അപ്പോൾ എൻ്റെ പ്രണയവും പൂത്തു. വൈശാഖിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് തുള്ളിച്ചാടണമെന്ന് തോന്നിപ്പോയി. പുറത്തേക്കിറങ്ങി തുള്ളിക്കൊരു കുടമെന്ന രീതിയിൽ പെയ്യുന്ന മഴ നനയണമെന്ന് തോന്നിപ്പോയി. അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. സത്യം പറയുകയാണെങ്കിൽ അവളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് വേണം പറയുവാൻ. ബാലുവിനെയും ലക്ഷ്മി അമ്മയും മുത്തശ്ശിയെയും വിഷ്ണുവിനെയും ഒക്കെ വിളിച്ച് അപ്പോൾ തന്നെ ഇക്കാര്യം വിളിച്ചു പറയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ ഫോണില്ലാത്തതുകൊണ്ട് വൈശു ആ ആഗ്രഹത്തെ വളരെ പാടുപെട്ട് ഉള്ളിൽ തന്നെ അടക്കി. ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം കൈപ്പത്തി കൊണ്ട് മുഖം പൊത്തിയിരുന്നു പെണ്ണ്. നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടാടി എന്ന മഹാദേവൻ്റെ വാക്കുകൾ മാത്രം ആ നേരം അവളുടെ മനസ്സിൽ കൂടി തന്നെയും പിന്നെയും ഒരു റീല് പോലെ കടന്നുപോയിരുന്നു. ഈഗോമൂർത്തിയായ സാറ് ഇത്ര പെട്ടെന്നൊന്നും അടിയറവ് പറയുമെന്ന് വൈശാഖി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ജീവിതത്തിൽ പൊടുന്നനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പകപ്പ് അവളിൽ ആവോളം ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. അവൾ കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു, പിന്നീട് പൊട്ടിച്ചിരിച്ചു. പക്ഷെ ഇത്തിരി മുൻപേ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മഹാദേവൻ്റെ കാര്യം പൊടുന്നനെ അവളുടെ ചിന്തയിലേക്ക് വന്നപ്പോഴാണ് വൈശാഖിയുടെ കളിയും ചിരിയെല്ലാം ഒരു നിമിഷം കൊണ്ട് അവിടെ അവസാനിച്ചത്. അയ്യോ, സാർ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുണ്ടല്ലേ പോയേ? പെണ്ണിന് വെപ്രാളായി. അതെ, സാറ് തന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടാണ് ഇറങ്ങിപ്പോയത്. ഈശ്വര, ഇനിയിപ്പോൾ എന്തൊക്കെ കാണണോ എന്തോ. പുറകെ ചെന്ന് നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ വഴക്കു പറയുമോ എന്നുള്ള പേടി കൊണ്ട് വൈശാഖി കട്ടിലിൽ തന്നെ ഇരുന്നു. അവൾക്ക് അവൻ്റെ അടുക്കലേക്ക് പോകണമെന്നും ഉണ്ടായിരുന്നു, പോകേണ്ടെന്നും ഉണ്ടായിരുന്നു. ഇനി ദേഷ്യം വന്നതുകൊണ്ട് നിന്നെ എനിക്കിഷ്ടമല്ല എന്ന് വല്ലതും സാറ് മാറ്റിപ്പറയോ എന്തോ. പെണ്ണിൻ്റെ അടുത്ത പേടി അതായിരുന്നു. മുൻപ് ഒരനുഭവം ഉള്ളതിൻ്റെ ഓർമ്മയിൽ അവൾ ആദ്യോടെ തള്ളവിരലിൻ്റെ നഖം കടിച്ചു. ഇനി എങ്ങാനും എന്നെ ഇഷ്ടമല്ലെന്ന് വല്ലതും മാറ്റി പറഞ്ഞാൽ ഉണ്ടല്ലോ, കളയും ഞാൻ. അടുത്ത നിമിഷം തന്നെ മാറ്റി ചിന്തിക്കുവാനും അവൾ പഠിച്ചു. ഇനിയിപ്പോൾ സാറിത്തിരി കലിപ്പ് കാട്ടിയാലും വേണ്ടില്ല, ഇതിനൊരവസാനം ഉണ്ടാക്കണ്ടേ. ഇനി അവൻ്റെ അരികിൽ മിണ്ടാതിരുന്നാലോ അവൻ്റെ മുൻപിൽ പേടിച്ചു നിന്നാലോ ഒന്നും ശരിയാവില്ലെന്നുള്ള ബോധം അവൾക്ക് സ്വയം തോന്നുവാൻ തുടങ്ങിയതും വൈശാഖി മെല്ലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് പേടിയോടെ മെല്ലെ മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി. ഉള്ളിലുള്ള പരിഭ്രമവും വെപ്രാളവും കൊണ്ടാവാം മുട്ടിന് മുകളിലെ തൊലി പോയതിൻ്റെ നീറ്റൽ പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ലപ്പോൾ. ഇതെവിടെ പോയി? ഹാളിൽ മൊത്തം തിരഞ്ഞിട്ടും മഹാദേവനെ കാണാഞ്ഞിട്ട് അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു. കലത്തിലെ ചോറ് 2 പാത്രങ്ങളിലേക്കായി വിളമ്പുന്ന മഹാദേവനെ അവൾ അവിടെ കണ്ടു. ഈശ്വരാ, കാത്തോണേ. അവൻ്റെ ഉള്ളിലെ ഇഷ്ടം പുറത്ത് കൊണ്ടുവന്നതിൻ്റെ ധൈര്യത്തിലാണ് വൈശു അവൻ്റെ അരികിലേക്ക് നടന്നു എന്നത്. പക്ഷേ ചോറ് വിളമ്പിയ പാത്രത്തിൻ്റെ സൈഡിലേക്ക് കറികൾ വിളമ്പുന്നവൻ വൈശാഖിയെ കണ്ടിട്ടും മനഃപൂർവ്വം അവളെ നോക്കാൻ കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം. സർ, അവൻ വഴക്കു പറയുമോ എന്നുള്ള പേടി കൊണ്ട് ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ വലത്തെ കൈപ്പത്തി വെച്ച് അമർത്തി പിടിച്ചുകൊണ്ട് വൈശാഖി അവനെ പിന്നിൽ നിന്നും വിളിച്ചു. ഈഗോമൂർത്തി അവളുടെ വിളി കേട്ടില്ലെന്നല്ല, അവളെ തിരിഞ്ഞു നോക്കുവാൻ പോലും കൂട്ടാക്കിയില്ല. സർ, എന്തും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വൈശാഖി വീണ്ടും അവനെ വിളിച്ചു. പിറകിലായി നിൽക്കുന്നവളെ ഒന്ന് അറിയാതെ പോലും നോക്കാതെ 2 പാത്രങ്ങളുമായി മഹാദേവൻ ഡൈനിങ് റൂമിലേക്ക് നടന്നു. എന്നിട്ട് പ്ലേറ്റുകൾ കൊണ്ടുപോയി ടേബിളിന് മുകളിൽ വെച്ചു. കൈ കഴുകിയിട്ട് കസേരയിൽ വന്നിരുന്ന ഊണ് കഴിക്കുന്നവനെ കണ്ടപ്പോൾ വൈശാഖിക്കും വിശപ്പ് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് കൈ കഴുകിയിട്ട് അവൻ്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് അവനെടുത്തു വെച്ച പാത്രത്തിലെ ചോറും കറികളും കൂട്ടിക്കുഴച്ച് കഴിക്കുവാനായി തുടങ്ങിയത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിലെങ്കിലും സാറ് തന്നെ നോക്കുമെന്നുള്ള വിശ്വാസം. ഊണ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിയതിന് ശേഷം അടുക്കളയിൽ നിന്നും തിരിച്ച് മുറിയിലേക്ക് പോകുന്ന മഹാദേവനെ കണ്ടപ്പോഴേക്കും അവിടെ അവസാനിച്ചിരുന്നു. പാത്രത്തിലുള്ളത് എങ്ങനെയൊക്കെ കഴിച്ചു തീർത്തിട്ട് അവളും വേഗത്തെ മുറിയിലേക്ക് പാഞ്ഞു. അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും വൈശാഖി കണ്ടത് തുറന്നു കിടക്കുന്ന ജനൽ അടച്ചിടുന്ന മഹാദേവനെയായിരുന്നു. അവൾ ദേവൻ്റെ അടുത്തേക്ക് ചെന്നു. സർ, അവൻ്റെ പിന്നിലായി നിന്നുകൊണ്ട് വൈശാഖി പതിയെ വിളിച്ചു. അവൻ വിളി കേട്ടില്ല. ജനൽ വലിച്ചടച്ച് കുറ്റിയിട്ട്
കഴിഞ്ഞതിന് ശേഷം പോകുവാനായി തിരിഞ്ഞു നിന്ന മഹാദേവൻ്റെ മുൻപിലേക്ക് വൈശാഖി മനഃപൂർവ്വം കയറി നിന്നു. മഹാദേവൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവളെ മറികടന്നു പോകുവാനായി ശ്രമിച്ചു. സർ, മറികടന്നു പോകുവാനായി തുനിഞ്ഞവൻ്റെ മുൻപിലേക്ക് വീണ്ടും കയറി നിന്നു പെണ്ണ്. വൈശാഖി മാറ്. അവൻ മുഖമുറുക്കി ഒച്ചയെടുത്തു. സർ പ്ലീസ്. അവൻ്റെ കയ്യിൽ കയറി പിടിച്ചവൾ. വൈശാഖി, നിന്നോടാ മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞേ. അവളിൽ നിന്നും കൈവിടുവിച്ചുകൊണ്ട് ചെക്കൻ വീണ്ടും ദേഷ്യപ്പെട്ടു. സർ പ്ലീസ്, ദേഷ്യപ്പെടല്ലേ, എനിക്ക് പേടിയാ. അവനോട് മിണ്ടാതെ ഇനിയും പറ്റില്ലെന്നായി അവൾക്ക്. എന്തോ അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടതുകൊണ്ടാവാം മഹാദേവൻ പിന്നീടൊന്നും മിണ്ടാതെ കൈയും കെട്ടി അവളെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് നിലയുറപ്പിച്ചത്. അവൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും വൈശാഖിക്കും സമാധാനമായി. ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചില്ല സാർ, സാറിനെ അവിശ്വസിച്ചുമില്ല. വൈശു മെല്ലെ പതുങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് പാളി നോക്കി സാറ് തന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായി. അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടതും വൈശാഖി വീണ്ടും പറയാനായി തുടർന്നു. എനിക്ക് സാറിനെ വിശ്വാസമാണ്. സാറിനെ വിശ്വാസമുള്ള പോലെ മറ്റാരും വിശ്വാസവും ഇല്ല. എനിക്ക് സാറിനോട് തെറ്റിദ്ധാരണയില്ല. പിന്നെ അന്നേരം എന്തിനാ ഒന്നും മിണ്ടാതെ ഇരുന്നേന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് നാണം വന്നിട്ടാ സാറ്, ചമ്മൽ വന്നിട്ടാ. സാറിന് മുന്നിലെ അങ്ങനെ കിടക്കാൻ എന്തോ പോലെ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മിണ്ടായിരുന്നേ. അല്ലാതെ സാറൊരു അഴുക്കോ ആളാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. എന്നോട് പിണങ്ങല്ലേ, ദേഷ്യപ്പെടല്ലേ, എനിക്ക് പേടിയാണ്. എനിക്ക് സാറല്ലാതെ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളേ? വൈശാഖിക്ക് ആരുമില്ല സാറേ, സാറല്ലാതെ ആരുമില്ല. എന്നെ വഴക്ക് പറയല്ലേ, ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം. ആദ്യമൊക്കെ ഒരു പതർച്ചയോടെ കാര്യം പറയാൻ തുടങ്ങിയവൾ അവസാനമായപ്പോഴേക്കും വിങ്ങി കരഞ്ഞു പോയിരുന്നു. അവളുടെ കണ്ണുനീര് കാണാൻ കഴിയാത്ത മഹാദേവൻ്റെ ശ്വാസം വിലങ്ങി. തൻ്റെ കാലിലേക്ക് വീഴുവാനായി തുടങ്ങിയവളെ കണ്ണു നിറച്ചുകൊണ്ടാണ് അവൻ പൊടുന്നനെ തൻ്റെ നെഞ്ചിലേക്ക് പിടിച്ച് വലിച്ചിട്ടതും. കരയല്ലേ വൈശാഖി, നിനക്ക് വയ്യാതാവും. തൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരയുന്ന പെണ്ണിനെ മഹാദേവൻ ഇറുക്കെ പുണർന്നു. അവളുടെ കണ്ണുനീര് വീണ് നെഞ്ചു നനയാൻ തുടങ്ങിയതും ദേവൻ തകർന്നുപോയി എന്നതാണ് സത്യം. അവന് നോവുന്നുണ്ടായിരുന്നു, വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. ആ പാവം പെണ്ണിനെ തെറ്റിദ്ധരിച്ച് ഓർത്തതും കുറ്റബോധത്തിൽ അവൻ നീറിപ്പുകയാൻ തുടങ്ങി. നിക്ക്, എന്നോട് ദേഷ്യപ്പെടല്ലേ. സാറ് മിണ്ടായിരുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാവരും മിണ്ടിയിട്ടും സാറ് മിണ്ടായിരുന്ന എനിക്ക് സങ്കടം. എന്നെ കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും മുറിഞ്ഞു പോയിരുന്നു. പെണ്ണിൻ്റെ ശരീരം കരഞ്ഞു വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. വൈശാഖി, എടി മോളെ, നോക്കിയേ, ഇങ്ങനെ കരയല്ലേ നീ? നോക്കിയേ, നിന്നോടിനി ഞാൻ ദേഷ്യപ്പെടില്ല, വഴക്ക് പറയത്തുമില്ല. നോക്ക്, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടാതെ നടക്കില്ല. ഇനിയില്ല ആ കരച്ചിലൊന്ന് എൻ്റെ കൊച്ചു നിർത്തുവോ? നിനക്ക് വയ്യാണ്ടാവുമടി. കരഞ്ഞു അവൾക്ക് വല്ല അസുഖവും വരുമോ എന്നായിരുന്നു അപ്പോഴത്തെ അവൻ്റെ പേടി. കാരണം പെണ്ണിൻ്റെ ഉടലിൻ്റെ വിറയിൽ അവൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ അവളെ ഇറുക്ക പുണർന്നുകൊണ്ട് തന്നെ അവളുടെ നെറുകയിലും പുറത്തും ഒക്കെ തഴുകിക്കൊടുത്തു. പെണ്ണിൻ്റെ തിരുനെറ്റിയിൽ പല പ്രാവശ്യം ചുണ്ടുകൾ അമർത്തി അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. എന്നിട്ടും കുഞ്ഞിപ്പിള്ളേരെ പോലെ ഏങ്ങലടിച്ചുകൊണ്ട് നിൽക്കുന്നവളുടെ കുഞ്ഞുമുഖം കൈക്കുമ്പിളിൽ എടുത്തിട്ട് പെണ്ണിൻ്റെ കണ്ണുകൾക്ക് മുകളിൽ കുഞ്ഞുമ്മകൾ കൊടുത്തുകൊണ്ടിരുന്നു. അവൻ്റെ സ്നേഹം കണ്ടിട്ടോ ആ ചേർത്ത് പിടിക്കലുകൾ മനസ്സ് നിറച്ചത് കാരണോ, അതോ അവൻ്റെ കരുതലും ഇഷ്ടവും അവളുടെ ഉള്ളം തണുപ്പിച്ചത് കാരണോ വൈശാഖിയുടെ കരച്ചിലുകൾ മെല്ലെ നേർത്തു വന്നു. ഒടുവിൽ വിതുമ്പലുകൾ ഏങ്ങലടിയിലേക്ക് മാറി. അപ്പോഴേക്കും മഹാദേവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തലോടിക്കൊണ്ടാണ് നിന്നത്. ഒടുവിൽ അവൻ്റെ ഏങ്ങലടികളും നിലച്ചെന്ന് കണ്ടപ്പോഴാണ് മഹാദേവൻ മെല്ലെ അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തു മാറ്റാൻ നോക്കിയത്. ചുവന്ന് നീര് വെച്ചതുപോലെ കാണപ്പെട്ട വൈശാഖിയുടെ മുഖം അവനെ ഒട്ടൊന്നുമല്ല സങ്കടപ്പെടുത്തിയത്. പെണ്ണിൻ്റെ കൺപോളകൾ രണ്ടും വിങ്ങി തെറ്റിയാണ് ഇരിക്കുന്നത്. ആ ചുണ്ടുകളിലെ വിറയിൽ ഇതുവരെയും പൂർണ്ണമായി നിന്നിരുന്നില്ല. വൈശാഖി, കണ്ണുകൾ അടച്ചുകൊണ്ട് നിൽക്കുന്നവളുടെ വലത്തെ കവളിൽ അവൻ മെല്ലെ ഒന്ന് തൊട്ടു വിളിച്ചു. മിഴികൾ തുറക്കാതെ തന്നെ അവൾ മൂളിക്കേട്ടു. സങ്കടം പോയോ? വല്ലാത്തൊരു ആർദ്രതയായിരുന്നു അവൻ്റെ ചോദ്യത്തിൽ. അതിനും ഒരു മൂളിച്ചയായിരുന്നു അവളുടെ മറുപടി. എന്തേ,
നീ കണ്ണു തുറക്കാത്തെ? കൺപോളകൾക്ക് മുകളിൽ മെല്ലിയൊന്ന് മഹാദേവൻ ഊതിക്കൊടുത്തു. അതിന് ഒന്നുമില്ല എന്ന രീതിയിൽ ഒരു മൂളലായിരുന്നു മഹാദേവന് കിട്ടിയ മറുപടി. ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? കരഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ആങ്ങി തൂങ്ങി തൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്നവളോട് അത്രമേൽ കരുതലോടെ അവൻ തിരക്കി. ആ. വീണ്ടും ഒരു മൂളലാണ് അവൻ ഉത്തരമായി കിട്ടിയത്. അത് കേട്ടതും ചെക്കൻ അപ്പോൾ തന്നെ അടുത്ത് കിടന്ന കട്ടിലിലേക്ക് വൈശാഖിയെ പിടിച്ചു കിടത്തി. എന്നിട്ട് ബെഡിന് മുകളിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു. കിടന്നോട്ടോ. അവളുടെ നെറ്റിയുടെ മുകളിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ പതിയെ കോതി ചെവിക്ക് പിന്നിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോൾ മാത്രം കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് സമ്മതത്തോടെ അവൾ തലയാട്ടിക്കാട്ടി. മഹാദേവൻ അലിവോടെ അവളുടെ മുഖത്തേക്ക് കുറച്ച് നിമിഷങ്ങൾ നോക്കി നിന്നു. എന്നിട്ട് പെണ്ണിൻ്റെ കവിളിലൊന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് നടക്കുവാനായി തുടങ്ങിയപ്പോഴാണ് വൈശാഖി പൊടുന്നനെ അവൻ്റെ ഇടത്തെ കയ്യിൽ കയറി പിടിച്ചത്. എവിടെ പോവാ? വൈശാഖി പതിങ്ങനെ ചോദിച്ചു. നീ ഇറങ്ങിക്കോ, ഞാൻ ആ കസേരയിൽ ഇരുന്നോളാം. കട്ടിലിൻ്റെ തൊട്ടടുത്തായി കിടക്കുന്ന കസേര ചൂണ്ടിക്കാട്ടി ചെക്കൻ. പോണ്ട. ഒരു വാശി പോലെയാണ് പെണ്ണത് പറഞ്ഞത്. പോണ്ടേ? അവന് മനസ്സിലായില്ല. കയ്യിൽ നിന്നും പിടിവിടാൻ കൂട്ടാതെ തന്നെ അവൾ ഉത്തരം നൽകി. പിന്നെന്താ വേണ്ടേ? മഹാദേവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൾ ഉത്തരം നൽകിയത് അവന് കിടക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ടിട്ട് അല്പം മാറി അകന്ന് കിടന്നുകൊണ്ടാണ്. മഹാദേവൻ അമ്പരപ്പും ആശ്ചര്യം ഒരുപോലെ തോന്നി. കൂടുതലൊന്നും പിന്നീട് ആലോചിക്കുവാൻ ദേവൻ നിന്നില്ല. മെല്ലെ അവൾക്കരികിലേക്ക് ചെന്ന് ക്രാസയിലേക്ക് ചാരിയിരുന്നു. എന്നിട്ട് അവളെ വലം കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുടിയിഴകളിൽ കൂടി തഴുകിക്കൊടുത്തു. ഉറങ്ങിക്കോ. ഒന്ന് തട്ടിക്കൊടുത്തുകൊണ്ട് ചെക്കൻ നിർദ്ദേശിച്ചതും വൈശാഖിയുടെ ചുവന്ന ചുണ്ടുകളിൽ ഒരു കുഞ്ഞിച്ചിരി വിടർന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ കാൽത്തുടയിലേക്ക് കവിള് ചേർത്ത് വെച്ചുകൊണ്ട് വൈശാഖി കണ്ണുകൾ അടച്ചു. എന്നിട്ട് വളരെ വേഗത്തിൽ തന്നെ ഒരു ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. അവള് ഉറങ്ങിയെന്ന് കണ്ടതും മഹാദേവന് പിന്നീട് എന്ത് ചെയ്യണമെന്നൊരു ഊഹമില്ലായിരുന്നു. അവൻ മെല്ലെ ശ്രദ്ധയോടെ വൈശാഖിയെ ഉണർത്താതെ താഴേക്ക് നിരങ്ങി നീങ്ങി. എന്നിട്ട് പെണ്ണിൻ്റെ നേർക്ക് വശം ചെരിഞ്ഞ് കിടന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മഹാദേവനും കണ്ണുകൾ പൂട്ടി. ആ ഒരുക്കം ഉറങ്ങിയിട്ടവർ ഒരുപോലെ ഞെട്ടി ഉണർന്നെഴുന്നേറ്റത് വലിയൊരു ഇടിയുടെ ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് പുറത്തെ ഒരിട്ടിൽ ഉറഞ്ഞു തുള്ളുന്ന മഴ അവർ കണ്ടത്. വൈശാഖി. തനിക്കരികിലായി ഇനിയും ഞെട്ടൽ മാറാതെ ഇരിക്കുന്നവളെ അവൻ വേഗത്തിൽ തന്നിലേക്ക് ചേർത്തിരുത്തി. പേടിക്കണ്ടാട്ടോ. ഒരമ്മ കോഴിക്കുഞ്ഞി കോഴിയെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ അവൻ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മൂളിക്കേട്ടു. പെട്ടെന്നാണ് അടുത്ത ഇടിയോടുകൂടി അവിടുത്തെ കരണ്ട് പോയത്. അതോടുകൂടി വീടിനകവും പുറവും ഒരുപോലെ ഇരുട്ടിലായി. വൈശാഖി പേടിച്ച് അവനിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടി. ഞാൻ പോയി എമർജൻസി എടുത്തുകൊണ്ട് വരാം. അവളുടെ പേടി കണ്ടതും മഹാദേവൻ പോം വഴി പറഞ്ഞു. ഇരുട്ടിൽ തന്നെ ഇരിക്കുവാൻ പേടിയായതുകൊണ്ട് തന്നെ അവളത് സമ്മതിച്ചില്ല. പിന്നീട് മഹാദേവൻ കുറേ നേരം നിർബന്ധിച്ചത് കാരണമാവാം ഒടുവിൽ അവളും കൂടി വരാമെന്ന പിടിവാശി കാട്ടിയത്. ഒടുവിൽ രണ്ടുപേരും കൂടി ഒരു ഊഹം വെച്ച് ഹാളിലേക്ക് നടന്നു. ജനലിലെ ഗ്ലാസ്സിൽ കൂടെ അകത്തേക്ക് പതിക്കുന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഹാളിലെ ഷെൽഫിലിരിക്കുന്ന എമർജൻസി ലൈറ്റ് അവൻ കണ്ടെത്തി. ശേഷം അത് ഓൺ ചെയ്തിട്ടാണ് വീണ്ടും അവൻ തിരിച്ച് മുറിയിലേക്ക് നടന്നത്. മഹാദേവൻ ആ ലൈറ്റ് എടുത്ത് റൂമിൻ്റെ മൂലയിലായി കിടന്നിരുന്ന സ്റ്റഡി ടേബിളിന് മുകളിൽ കൊണ്ടുപോയി വെച്ചു. മുറിയിൽ അരണ്ട പ്രകാശം പരന്നു. വീണ്ടും അവർ ചെന്ന് ബെഡിലേക്ക് തന്നെ ഇരുന്നു. മുത്തശ്ശിയൊന്നും ഇതുവരെ വന്നില്ലല്ലോ. ഇത്തിരി നേരം കഴിഞ്ഞതും വൈശു അവനോട് ചോദിച്ചു. മഴ ആയതുകൊണ്ട് താമസിക്കുന്നതായിരിക്കും. ഫോണിലെ സമയം 7 മണി കഴിഞ്ഞെന്ന് നോക്കിക്കൊണ്ടാണ് മഹാദേവൻ ഉത്തരം നൽകിയത്. മുത്തശ്ശിയെ ഒന്ന് വിളിക്കാവോ? അവൾ കെഞ്ചി. ഇപ്പോഴോ? അതും ഈ ഇടിവെട്ടുന്ന നേരത്ത്? അവന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പ്ലീസ്. ചുണ്ടു ചുളുക്കി പറയുന്നവളുടെ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാനും അവനപ്പോൾ കഴിഞ്ഞില്ല. ഒടുവിൽ അച്ഛൻ എന്നെഴുതിയ നമ്പറിലേക്ക് വിളിക്കുവാനായി തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ ഫോണിൽ നിന്നും കോൾ അവനെ തേടിയെത്തിയത്. കോൾ എടുത്ത ഉടൻ തന്നെ അവനത് സ്പീക്കറിലേക്ക് ഇട്ടു. ഹലോ ദേവാ. മറുവശത്തു നിന്നും വന്ന ശബ്ദം പക്ഷേ പത്മാവതിയുടേതായിരുന്നു. എന്താ ബോണ്ടേ?
പതിവ് ഗൗരവം ഉണ്ടാക്കി അവൻ ചോദിച്ചു. എടാ കൊച്ചുമോനെ, ഇവിടെ അപ്പടി മഴയാ, റോഡൊക്കെ ബ്ലോക്കാ കേട്ടോടാ. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ദിവസം 2 കഴിയും. എല്ലായിടത്തും ഇപ്പോൾ റെഡ് അലേർട്ടല്ലേ. സ്കൂളിനും കോളേജിനും ഒക്കെ ഇനി 2-3 ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ കാണുള്ളൂ. നീ എൻ്റെ വൈശു കൊച്ചിനെ നോക്കിക്കോണം കേട്ടോടാ. രാത്രിക്കത്തേക്കുള്ള ചോറ് ഇല്ലെങ്കിലേ മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ദോശ ഉണ്ടാക്കി തിന്നോണം 2ഉം കൂടി. ശബ്ദരേഖ പോലെ ഇങ്ങോട്ടേക്ക് മാത്രം വരുന്ന സംസാരം കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അമ്പരുന്നത് വൈശാഖിയായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. ദേവനും അവൻ്റെ വൈശുവും 2 ദിവസം ഒറ്റയ്ക്ക് തന്നെ അവരുടെ ആ വീട്ടിലങ്ങ് കഴിയട്ടെ കേട്ടോ. നമുക്ക് നോക്കാം ആ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ നടക്കുമെന്ന്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ.